ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ ചക്ക കൊണ്ടുള്ള പായസമാണ്. അതിൻ്റെ ചെറിയൊരു ഷോർട്സ് നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേപോലെ എല്ലാ ചക്കയും നമ്മൾ എടുത്ത് മാറ്റിയിട്ടുണ്ട്. എന്നിട്ടിത് ചെറുതായിട്ട് ചെറിയ ചെറിയ കഷ്ണമായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ ഓരോ ചക്കയുടെ ചുളയും ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ മഴക്കാലത്ത് ചക്ക അപ്പടി കഴിക്കുമ്പം ചിലവർക്കൊക്കെ ഛർദി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ വേവിച്ച് കഴിക്കുമ്പം കുഴപ്പമുണ്ടാവില്ല. അതേപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. ഇതിനായിട്ട് കൂടുതൽ ഐറ്റംസ് ഒന്നും വേണ്ട. ചക്കയും ശർക്കരയും നമ്മളെ വീട്ടിലുള്ള തേങ്ങാപ്പാലും ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മളിതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്കൊരു കുക്കർ അടുപ്പത്ത് വെക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഇഷ്ടമുള്ളവർ നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതിലേക്ക് ഏലക്ക, അണ്ടി, മുന്തിരി ഇത് മൂന്നും ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നെക്സ്റ്റ് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ചക്കയുടെ പീസുകൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുത്ത് അതൊന്ന് ഹാഫ് കുക്കാവുന്ന വരെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ പീസുകളൊക്കെ വാരിയിട്ടതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാൽ സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിൽ തേങ്ങാപ്പാലും അതേപോലെ അപ്പുറത്തെ അടുപ്പിൽ ഞാൻ ശർക്കരയും വെച്ചിട്ടുണ്ട് ഒരുക്കാൻ. ഇപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചക്കപ്പായസമാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇതേപോലെ എല്ലാം ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ഒന്ന് വഴന്ന് വരുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ശർക്കര ഒഴിച്ചു കൊടുക്കാം. ശർക്കര ഉരുകിയതിന് ശേഷം നമുക്ക് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പകുതി ഇങ്ങനെ കുക്കാക്കിയിട്ട് ശർക്കര ഒഴിച്ചെടുത്ത് ബാക്കി ശർക്കര പനിയത്ത് കിടന്നൊന്ന് കുക്കാവണം. ലാസ്റ്റാണ് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല ടേസ്റ്റും അതേപോലെ നല്ല സ്മെല്ലും ഒക്കെയാണ് കേട്ടോ. ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു ടൈം മുതൽ നല്ലൊരു സ്മെല്ലാണ് നമുക്ക്. അപ്പോൾ ഇത് ഏകദേശം ഒന്ന് ഹാഫ് കുക്കായതുപോലെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ നമുക്ക് കുറച്ചൊരാടെ വെയിറ്റ് ചെയ്യാൻ വയ്ക്കുക. ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങാപ്പാൽ റെഡിയാക്കാം. അപ്പോൾ അവിടെ നമ്മൾ തേങ്ങാപ്പാൽ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഹാഫ് കുക്കായ ചക്കേനന്ന് കുറച്ച് ചക്ക എടുത്ത് മാറ്റുന്നുണ്ട്. കുറച്ച് ചക്കയും അതേപോലെ തേങ്ങാപ്പാലും കൂടെ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാനാണ്. കുറച്ച് ചക്ക ഇതിനകത്ത് കോരി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. അല്ലാതെ നമ്മൾ എക്സ്ട്രാ പൊടികളൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു തിക്നെസ്സാണ് നമ്മളെ പായസത്തിൽ ഉണ്ടാവുക. ബാക്കിയുള്ളതിലേക്ക് നമുക്ക് ശർക്കര ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ശർക്കരയിൽ നന്നായിട്ട് ഇളക്കി അതിൽ കിടന്നൊന്ന് കുക്കാവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ നമ്മൾ ചക്കയും തേങ്ങാപ്പാലും കൂടെ അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ ബാക്കി തേങ്ങാപ്പാലും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ പായസം. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ മധുരം നോക്കിയിട്ട് നിങ്ങൾ വീണ്ടും വീണ്ടും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ തേങ്ങാപ്പാലൊക്കെ ഇത് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കരയും ഇതും ചക്കയും കൂടെ നന്നായിട്ട് വെന്ത് വരുന്നവരെ നമുക്ക് ഇങ്ങനെ നോക്കി വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോഴേക്കിതാ ഞാനിത് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. തേങ്ങാപ്പാലും ചക്കയല്ലേ, അപ്പോൾ നല്ല ടേസ്റ്റാണ്. എന്നിട്ട് നമ്മൾ അടിച്ചെടുത്ത തേങ്ങാപ്പാലും ചക്കയും കൂടെ നമ്മൾ ഈ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മൾ അടിച്ചെടുത്ത മിക്സും ശർക്കരയും ചക്കയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റായ തേങ്ങാപ്പാലാണ് നമുക്കിനി ചേർക്കാനുള്ളത്. തേങ്ങാപ്പാൽ ചേർത്ത് ഒന്ന് ചൂടാവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്താൽ മതി. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കാരണം തേങ്ങാപ്പാലിട്ട് അധികം തിളച്ച് മറിയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇപ്പം തന്നെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അതേപോലെ നല്ലൊരു സ്മെല്ലാണ്. അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കാത്തവർ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കട്ടെ. അപ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കാത്തവർ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക കേട്ടോ. നന്നായിട്ട് ഇതേപോലെ ഇളക്കി കൊടുക്കാം.
ലാസ്റ്റ് നമുക്കിതിലേക്ക് ഒന്നാം പാലും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ഒരു ടൈമിൽ ഒരു ലേശം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. മധുരം ഇങ്ങനെ കുത്തി നിൽക്കുന്ന ആ ഒരു ടൈമിൽ നമുക്ക് ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾ ഈ തേങ്ങാപ്പാൽ ഒഴിക്കുന്നതിൻ്റെ മുന്നേ ഈ മധുരമൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒഴിച്ചു വെക്കാം. അപ്പോൾ നമ്മൾ ഒന്നാം പാലും കൂടെ ഒഴിച്ചു. ഇനി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.